യുക്രൈനുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ അത് ശ്രമകരമായ നീണ്ട പ്രക്രിയയാണെന്നും സമയമെടുക്കുമെന്നും റഷ്യ. സമാധാനത്തിനു മുൻപേ റഷ്യയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് മുൻഗണനയെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. 50 ദിവസത്തിനകം വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധം നേരിടേണ്ടി വരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം. സമാധാന ചർച്ചകൾ തടസ്സപ്പെടുത്തുന്നുവെന്ന യുക്രൈനിന്റെയും അതിന്റെ പാശ്ചാത്യ പങ്കാളികളുടെയും ആരോപണങ്ങൾ പെസ്കോവും മറ്റ് റഷ്യൻ ഉദ്യോഗസ്ഥരും ആവർത്തിച്ച് നിഷേധിച്ചിരുന്നു. 2022 കയ്യേറിയ 4 യുക്രൈൻ പ്രവിശ്യകൾ റഷ്യയുടേതായി അംഗീകരിക്കണമെന്നതാണ് പുടിന്റെ പ്രധാന ആവശ്യം. ഇത് യുക്രൈൻ അംഗീകരിച്ചിട്ടില്ല. നേറ്റോ സഖ്യത്തിൽ അംഗമാകാനുള്ള നീക്കം യുക്രൈൻ ഉപേക്ഷിക്കണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നു. അതേസമയം യുക്രൈനിന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് റഷ്യയെന്ന റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് ലാരിജാനിയുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങളുമാണ് ചർച്ചയായതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ സാഹചര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിനും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയ പരിഹാരം കാണുന്നതിനും അനുകൂല നിലപാട് റഷ്യ ചർച്ചയിൽ വ്യക്തമാക്കി. ആണവ പദ്ധതി സംബന്ധിച്ച് UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ തത്വത്തിൽ ധാരണയായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനു ശേഷം ആണവ പദ്ധതി സംബന്ധിച്ച ഇറാൻ US ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണ്. USഉം ആക്രമണത്തിൽ പങ്കാളിയായ സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പുകൾ ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് US കൂട്ടുനിൽക്കുകയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനി പറഞ്ഞിരുന്നു. ഇസ്രായേലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഏകദേശം 2 ആഴ്ച നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഖമേനിയുടെ പരാമർശങ്ങൾ. USനോടും ഇസ്രായേലിനോടും പോരാടുന്നത് പ്രശംസനീയമാണെന്നും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കണ്ടതിനേക്കാൾ വലിയ പ്രഹരം അതിന്റെ എതിരാളികൾക്ക് നൽകാൻ കഴിയുമെന്നും ഖമേനി പറഞ്ഞു. പുതിയ സൈനികാക്രമണങ്ങളെ നേരിടാൻ ഇറാൻ തയ്യാറാണെന്നും ഖമേനി വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി തടയാനാണ് ജൂൺ 13 ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 12 ദിവസത്തിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇരുപക്ഷത്തും നാശനഷ്ടങ്ങളുണ്ടായി. ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും 100 കണക്കിന് സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിനും കനത്ത നഷ്ടമുണ്ടായി.